തന്നെയുമല്ല, ഒരു കുടുംബജീവിതത്തിൽ ഒരു കുഞ്ഞില്ലാതെ ആയിത്തീരുക എന്നുള്ളത് വളരെ ദുഃഖകരമാണ്. അതുകൊണ്ടാണ് ഇവിടെ 7-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, എലിസബത്ത് മച്ചിയാകൊണ്ട് അവർക്ക് സന്തതി ഇല്ലാഞ്ഞു, 20 വയസ്സ് എന്നവരായിരുന്നു. നോക്കണമേ, മച്ചിയായി പോയി എലിസബത്ത്. എന്നാൽ അവർ ദൈവസന്നിധിയിൽ നിഷ്കളങ്കരുമായിരുന്നു, നിർമ്മലരായിരുന്നു, കുറ്റമറ്റ ജീവിതാനുഭവമുള്ളവരായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പൊരുൾ വെളിപ്പെടുകയാണ്, ഒരു സത്യം വെളിപ്പെടുകയാണ്. പലപ്പോഴും തലമുറകൾ തടയപ്പെടുന്നത്, നന്മകൾ നമ്മുടെ ജീവിതത്തിൽ തടയപ്പെടുന്നത്, അനുഗ്രഹങ്ങൾ തടയപ്പെടുവാനായിട്ട് പലവിധ കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പഴയ നിയമ പുസ്തകത്തിലേക്ക് നോക്കുകയാണെങ്കിൽ, ജാതികളുടെ കയ്യിലായിരുന്ന പെട്ടകം ദാവീദ് ലാഘവബുദ്ധിയോടെ അത് കൊണ്ടുവരുമ്പോൾ, കാളയുടെ തോളിൽ വെച്ചുകൊണ്ട് നിയമവിരുദ്ധമായിട്ട് കൊണ്ടുവന്ന പെട്ടകം അത് കോരകയുടെ തോളിൽ പ്രത്യേകമായ രീതിയിൽ സംരക്ഷിച്ച് കൊണ്ടുവരേണ്ടതാണ്.